മനക്കോടം എപ്പിസോഡ് 3 എല്ലാവർക്കും സ്വാഗതം. ഓരോ സമയത്തും ഓരോ വ്യൂ ആണ് കേട്ടോ ഇവിടുത്തെ മനക്കോടത്തെ കാഴ്ചകളെന്ന് പറഞ്ഞാൽ. ഇനിയിപ്പോൾ ഏകദേശം 4 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി വൈകുന്നേരത്തെ വ്യൂവും കാര്യങ്ങളും നിങ്ങളെ കാണിച്ചു തരാം. സൺസെറ്റും കൂടി നിങ്ങളെ കാണിച്ചു തരാം. പിന്നെ അതുപോലെ കണ്ടം ക്രിക്കറ്റ് ഉണ്ട്. കണ്ടം ക്രിക്കറ്റ് നിങ്ങളെ കാണിച്ചു തരാം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട ചേട്ടന്മാരാണ് കേട്ടോ പോയത്. അപ്പോൾ നമ്മളൊരു വല എടുത്തിട്ടുണ്ട്, ചുമ്മാ ഇട്ട് നോക്കാം. അതുപോലെ തന്നെ ഒരുപാട് തേങ്ങ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതേ കിട്ടിയ തേങ്ങയെല്ലാം ഓരോ തെങ്ങിനെ താഴത്തായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഉടമസ്ഥർ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ വന്നെടുത്തത്. നിങ്ങൾ ഈ വെള്ളത്തിൻ്റെ കളർ ശ്രദ്ധിച്ചാൽ ഈ ഒരു ഭാഗത്തേക്ക് വേറൊരു കളറാണ് കാണുന്നത്. എന്തായാലും സംഗതി കൊള്ളാം. നമ്മളീ കാണുന്നതാണ് 2-ാം പാലം. ഇതിന് കപ്പക്കുഴി എന്നുള്ളൊരു പേര് കൂടിയുണ്ട് കേട്ടോ. പണ്ട് കാലത്ത് അത്യാവശ്യം തിരക്കുള്ള കച്ചവട കേന്ദ്രവും തുറമുഖമായിരുന്നു മനക്കോടം മന്ദകാരനഴി. 1890 വരെ മനക്കോട് തുറമുഖം പ്രവർത്തിച്ചിരുന്നു. 1886 വരെ കപ്പലുകൾ വന്നിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. പിന്നീട് കപ്പലുകളൊന്നും വരാത്തതിനെ തുടർന്ന് തുറമുഖം പൂട്ടുകയാണുണ്ടായത്. ആ ഒരു സമയത്തൂടെ മണ്ണുമാന്തി കപ്പൽ വന്ന് കുഴിച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഇവിടെ കപ്പൽക്കുഴി എന്നുള്ളൊരു പേര് വന്നു. പിന്നീട് ഒരുപാട് നാളുകൾക്ക് ശേഷം കപ്പൽക്കുഴി കപ്പക്കുഴിയായി മാറി. നമുക്കിനി ഇവിടെ നിന്നുള്ള കുറച്ച് കാഴ്ചകൾ കാണാം. അങ്ങനെ ഞങ്ങളൊരു വലയിട്ടിട്ടുണ്ട് കേട്ടോ. എന്തെങ്കിലും കിട്ടുമെന്നറിയില്ല, കിട്ടിയാൽ നിങ്ങളെ കൂടി കാണിക്കാം. നമ്മളീ കാണുന്നതാണ് മട. ഇതിന് മട കെട്ടുക എന്ന് പറയും. ചെളിയൊക്കെ കോരിയിട്ടുള്ളൊരു പരിപാടിയാണ്. ഇത് ഫുൾ ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ മേളിൽ കൂടി കയറി പോകാൻ പറ്റും കേട്ടോ. 2-ാം പാലത്തിൻ്റെ ഇവിടെ നിന്ന് ലെഫ്റ്റിലോട്ടുള്ളൊരു ഭാഗമാണ് കേട്ടോ ഇത്. അപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റുമോ അറിയില്ല. ഞങ്ങൾ പോകാൻ പറ്റുകയാണെങ്കിൽ അങ്ങോട്ടുള്ള വ്യൂസ് കൂടി കാണിക്കാം. റിസ്കി ഷോട്ടാണ്. മട്ടൻ വെച്ചു ഒരു കാല്. ഒടിയെന്നുള്ളൊരു പേടിയുള്ള കൊണ്ടാട്ടോ അങ്ങനെ വന്നത്. അല്ല നമ്മൾ ഓടിച്ചാടി വന്നേനെ. അങ്ങനെ വിജയകരമായി നമ്മൾ ഇപ്പുറത്ത് എത്തിയിട്ടുണ്ട്. നമുക്ക് വേറൊരു സാധനം കൂടി കാണിച്ചു തരാം. കള്ളും കൂടെ ഉണ്ടായിരിക്കണത്. ഇന്ന് വൈകിട്ട് 6 മണിക്ക് എടുക്കാൻ വേണ്ടി വെച്ചേക്കണമെന്നാണ് നമ്മൾ തിരക്കിയപ്പോൾ പറഞ്ഞത്. ആ ഒരു സൈഡിൽ ആ ഒരു വഴി കൂടിയാണ് നമ്മൾ നടന്ന് ഇങ്ങോട്ട് എത്തിയിട്ടുള്ളത്. ഈ ഒരു മടൽ ചാരി വെച്ചിട്ടുള്ളത് കള്ളും കൂടെ വെക്കാൻ വേണ്ടി കയറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതൊരു മാടമാണ് കേട്ടോ കാണുന്നത്. അത് ഈ ചാല നടത്തുന്ന സമയത്തൊക്കെ അവർക്ക് റെസ്റ്റ് ചെയ്യാനും ഫുഡൊക്കെ കഴിക്കാനായിട്ട് ഉള്ളൊരു സ്പേസാണ്. നമ്മൾ വന്നൊരു ഭാഗത്തേക്കുള്ള കാഴ്ചകളാണ് കാണുന്നത്. ഇത് ചാല് നടത്തുന്ന സമയത്ത് കെട്ടിയിട്ടുള്ളതാണ് കേട്ടോ. മീനുകളെയൊക്കെ പിടിച്ചിട്ടിട്ട് അവർക്ക് ആവശ്യമുള്ള സമയത്ത് അതിനെടുക്കാനായിട്ടുള്ളൊരു സംവിധാനം ഉണ്ട്. ഇത് നമ്മുടെ സഹിച്ചിട്ട് വെട്ടൊക്കെ ഉള്ളതാണ്ടാ. അപ്പോൾ നമ്മളെ മീൻ പിടിക്കുന്ന പരിപാടിയൊക്കെ നമ്മുടെ ചേട്ടൻ നമ്മളെ കാണിച്ചു തരും. സജി ചേട്ടൻ ഇങ്ങനെ നോക്കിയിരിക്കണത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്രാലിൻ്റെ അനക്കം പെട്ടെന്ന് അറിയാൻ പറ്റും പുള്ളിക്ക്. അപ്പോൾ ബ്രാൽ അനങ്ങണം നോക്കിയിട്ട് അതിനെ മാത്രം വീശിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ നിൽക്കുന്നത്.
വലയിൽ നിന്നും ബ്രാലൊരെണ്ണം വഴുതിപ്പോയി. അപ്പോൾ അതിനെ പിടിക്കാനുള്ള ശ്രമത്തിലാണ് സഹിച്ചേട്ടൻ. മീൻ പോയൊരു ഭാഗത്തേക്ക് വലയിട്ടിട്ട് മീനിനെ ആ വലയിലോട്ട് ചുറ്റിയെടുക്കുന്ന ഒരു രീതിയാണ് സഹിച്ചേട്ടൻ ചെയ്യണത്. അങ്ങനെ വഴുതിപ്പോയ ബ്രാലിനെ സഹിച്ചേട്ടൻ തിരിച്ച് പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ സഹിച്ചേട്ടൻ വന്ന സമയത്ത് വീശപ്പോൾ കിട്ടിയതാണ് കേട്ടോ. കുറേ പേരുടെ കാറ്റുള്ള നിൽപ്പുണ്ട്, കുറച്ച് പേരുടെ മീൻ പിടിക്കാനുണ്ട്. ഇവിടെ നോക്കുമ്പോഴുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. നമുക്ക് നേരെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു മാടം കാണാൻ പറ്റും. ചാല് നടത്തുന്ന സമയത്ത് ഇതിന് കാവലിരിക്കാനായിട്ടുള്ള മാടമാണ് കേട്ടോ അത്. ഇനി നമുക്ക് നേരെ പാടത്തോട്ടൊന്ന് ഇറങ്ങാം. അവിടെ അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമുക്ക് ഇനിയും മുമ്പോട്ട് വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ. അത് മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യുക. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അന്ധകാരനടി ലൈറ്റ് ഹൗസ് കാണാൻ പറ്റും കേട്ടോ. ആ കാണുന്ന നെൽക്കോഴിയാണ് കേട്ടോ. നമ്മൾ അടുത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ അത് പറന്നു പോകും. ഇത് മനക്കോട് തന്നെയുള്ള സുരേന്ദ്രൻ ചേട്ടൻ. അവർ പുല്ലൊക്കെ വെട്ടിക്കൊണ്ടു പോകുന്ന കാഴ്ച കണ്ട. ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ ഇപ്പോൾ നമുക്ക് ആർക്കെങ്കിലും കാണാൻ കിട്ടുമോ? നിങ്ങൾ തന്നെ പറ. നമുക്കിനി നമ്മളിട്ട വല കൂടി ഒന്ന് നോക്കണം. പിന്നെ കള്ളും കൂടെ കൊണ്ടുപോകുന്നത് ടൈമർ പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ അത് കാണിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതുകൂടി കാണിക്കാം. വൈകുന്നേരം സമയം 6:30 കഴിഞ്ഞിട്ടാ. 6:30 കഴിഞ്ഞപ്പോഴുള്ള വൈബാണി കാണാം. രണ്ടാം ക്രിക്കറ്റ് നമ്മുടെ പുറകെ കിടക്കാനുണ്ട്. ഞങ്ങൾ കുറച്ച് ലേറ്റായി പോയി. അവർക്ക് കൊണ്ടുവന്ന കാഴ്ചയാണ് കേട്ടോ. അവർക്കിത് വിൽക്കാനൊന്നും പറ്റില്ല, ഷാപ്പിലോട്ട് കൊണ്ടുവന്നതാണ്. നമ്മളിട്ട വലയിൽ മീൻ വലയും കിട്ടിയിട്ടുണ്ടെന്നാണ് നോക്കണത്. കിട്ടിയിട്ടുണ്ട്, കാണിച്ചു തരാം. വെറുതെ ട്രൈ ചെയ്താണ്. നമ്മളെ നേരത്തുള്ള വലയുടെ സാധനം കിട്ടിയിട്ടുണ്ട്. ഇരുട്ടായി പോയി എടുക്കാൻ 2 വെറുതെ ഇട്ടതാണ്, സാധനം കിട്ടി. ഓക്കെ, 2 കൂടെ ചിലപ്പോൾ ഒരു 1.5-2 കിലോ ആണ്. ഓക്കെ, ഞങ്ങൾ പിടിച്ച മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കിട്ടണ്ട. ഈ ഒരു എപ്പിസോഡ് കൂടി നമ്മുടെ പാടത്തെ കാഴ്ചകളെല്ലാം അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.